രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം നാടെങ്ങും ആചരിച്ചു. ദേശീയ പതാകയ്ക്ക് കീഴിൽ ആബാലവൃദ്ധം ജനങ്ങളും അണിനിരന്നു. കോതമംഗലത്ത് മിനി സിവിൽ സ്റ്റേഷനിലും മുനിസിപ്പാലിറ്റി ആസ്ഥാനത്തും സർക്കിൾ സഹകരണ യൂണിയൻ ആസ്ഥാനത്തും ദിനാചരണം നടത്തി. കോതമംഗലത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് മിനി സിവിൽ സ്റ്റേഷനിൽ ഷിബു തെക്കുംപുറം MLA ദേശീയ പതാക ഉയർത്തി. തഹസിൽദാർ KS സതീശനും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വലിയ മുദ്രാവാക്യങ്ങൾ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വലിയ ആധാരം എന്ന് പറയുന്നത്. അവർക്ക് എല്ലാ തരത്തിലും ഈ രാജ്യം പ്രണാമം അർപ്പിക്കുന്ന 80ാമത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന സ്വാതന്ത്ര്യവും മതേതരത്വവും സമത്വവും നീതിയുമെല്ലാം നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനത്ത് ചെയർപേഴ്സൺ ഭാനുമതി രാജു ദേശീയ പതാക ഉയർത്തി. ആബിദ, അനൂപ് ജോർജ്, സിന്ധു ജിജോ, ജോർജ് അമ്പാട്ട്, ആഷ്ലി, എൽദോസ് കീച്ചേരി, PM നവാസ്, KP ജലീൽ, സലീം ചെറിയാൻ, അരുൺ ഗോപൻ, ആദർശ് കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി സ്ക്വയറിൽ കൗൺസിലർ എൽദോസ് കീച്ചേരി ദേശീയ പതാക ഉയർത്തി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെയാണ് നേടിയെടുത്തതെന്ന് നമ്മൾ ആ സമയത്തൊന്നും ഇല്ലെങ്കിൽ പോലും ചരിത്രം പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാരും കേരളത്തിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ മുതലായ ആയിരക്കണക്കിന് വ്യക്തികൾ പരിശ്രമം കൂടാതെ നല്ല പരിശ്രമത്തിൻ്റെ വിശ്രമമില്ലാതെ പാടുപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സമരങ്ങൾ നടത്തി എല്ലാമാണ് നമ്മുടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. സർക്കിൾ സഹകരണ യൂണിയൻ ആസ്ഥാനത്ത് ചെയർമാൻ KK ശിവൻ ദേശീയ പതാക ഉയർത്തി. എൽദോസ് പോൾ, ജോജി ജോസ്, TA സാജിദ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സഹകാരികൾക്കുള്ള റിലീഫ് ഫണ്ട് വിതരണവും ഇതോടൊപ്പം നടത്തി. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ആമുഖമായി 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായിരിക്കും എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ് എന്ന് പറയുന്നു. 3, നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഇത് 3 ആണ് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. GTV ന്യൂസ്, കോതമംഗലം.